മക്കളെ, എല്ലാവർക്കും സൈലത്തിലേക്ക് സ്വാഗതം. അപ്പോൾ SSLC പഠിക്കുന്ന ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക അല്ലെ. നിർബന്ധമായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകൾക്ക്, ഇത് ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ക്ലാസ്സിലേക്കൊക്കെ പോയിട്ട് 10ാം ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടോ? നമ്മൾ വേറെ ഏതോ ലോകത്ത് ചെന്ന പോലെയുള്ളൊക്കെ ഫീലിങ്സ് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കണ്ടപ്പോൾ? അപ്പോൾ മലയാളം ടെക്സ്റ്റ് ബുക്ക് അടിമൂടി മാറിയിട്ടാണ് വന്നത് അല്ലേ. നാടക ഗാനങ്ങളുണ്ട്, നാടകം പഠിക്കാനുണ്ട്, അങ്ങനെ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ്, നമുക്ക് എക്സ്ട്രാ ഒരു സപ്പോർട്ട് നിർബന്ധമായിട്ട് എന്താണ് കൂടിയേ തീരും, അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു പ്രത്യേകിച്ച് ആ എക്സ്ട്രാ സപ്പോർട്ട് വേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മളിൽ പലർക്കും എന്താണ് ഭയങ്കരമായിട്ട് മടിയൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ അല്ലേ. ഒരു ഒന്നിൻ്റെ കൂടെ ഒരു തള്ള് എന്നൊക്കെ പറയുന്ന മാതിരി നമ്മളെ ഒന്ന് തള്ളാനും അല്ലെ, നമുക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്ന് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയാൽ എന്താണ്, അതിൻ്റെ കൂടെ പോകാൻ നമുക്ക് ഇഷ്ടമാണ് അല്ലേ. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എളുപ്പത്തിൽ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് എന്താണ് നമ്മളിത് ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ആ വഴിയൊക്കെ പഠിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. അല്ലാതെ മെനക്കെട്ട് ഞാൻ ഇങ്ങനെ പഠിക്കാം ഇങ്ങനെ അല്ലേ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, പഠിക്കാൻ വേണ്ടി പൊതുവേ നമ്മൾ ഇരിക്കാറില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള സാധ്യതകളൊക്കെ എന്ത് ചെയ്യാണ്, സൈലം ഇവിടെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കുട്ടികളുള്ള ക്ലാസ്സിലൊക്കെ അല്ലേ നമ്മൾ പഠിക്കുക, ഒരുപാട് കുട്ടികളുണ്ടാവും നമ്മളുടെ ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ നമ്മൾ 45 മിനിറ്റുള്ള ഒരു ക്ലാസ്സിലൊക്കെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് അറ്റൻഷൻ തന്ന ഒരു കാര്യം അല്ലേ വിശദീകരിച്ച് പറഞ്ഞു തരാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എക്സ്ട്രാ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. അത് സിമ്പിൾ മെത്തേഡിലൂടെ ആകുമ്പോൾ അല്ലെ രസമായിട്ട്, അത് കഥ പോലെയൊക്കെ ഇപ്പോൾ സയൻസ് വിഷയങ്ങളാണെങ്കിലും മാത്സ് ഒക്കെ ആണെങ്കിലും അപ്പോൾ അങ്ങനെ ഈസി മെത്തേഡ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ അല്ലേ SSLCക്ക് എന്താണ്, SSLC കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളുമായിട്ടാണ് ടീച്ചർ വന്നത് കേട്ടോ. ഇപ്പം നമുക്ക് കുറേ ആശങ്കകളുണ്ടാവും, എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും. ഇപ്പം നമ്മൾ ഓരോരുത്തരും പഠിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന ഡിസ്റ്റൻസ്, ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം ചിലപ്പോൾ എന്താണ് ചിലർക്ക് പെട്ടെന്ന് എത്തും അല്ലെ, ചിലപ്പോൾ 2 ബസ്സിലൊക്കെ കയറിയിട്ടെത്തുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് നിങ്ങൾ സ്കൂളിലേക്ക് പോവുക അല്ലേ. അപ്പോൾ നിങ്ങൾ തിരിച്ച് എത്തുന്ന സമയം വ്യത്യാസം, അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം അതിനനുസരിച്ച് വൈകും. ചില ആളുകൾക്ക് രാവിലെ എണീക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും, ചിലർ നേരത്തെ ലേറ്റ് ആയിട്ട് കിടക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇത് ഓരോരുത്തരും ഇൻഡിവിജ്വലി എന്താണ് ഡിഫറെൻ്റ് ആണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ. പിന്നെ ചിലരാണെങ്കിൽ ലാംഗ്വേജ് വിഷയത്തിലായിരിക്കും കൂടുതൽ അവർക്ക് താല്പര്യം ഉണ്ടാവുക, ചിലർക്ക് മാത്സിലായിരിക്കും അല്ലേ നല്ല എന്താ പറയുക ഭംഗിയിൽ പഠിക്കാൻ പറ്റുക. ഇങ്ങനെ ഓരോരുത്തരും എന്താണ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് കംഫർട്ടബിൾ ആവുന്ന സ്ഥലത്ത് സമയത്ത് ഇരുന്ന് പഠിക്കാനാവുക അല്ലെ, അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ എന്താണ് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമല്ലേ ആണ് അല്ലേ. അപ്പോൾ ടീച്ചർ എന്താണ് പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ SSLC ക്ലാസ്സുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസുമായിട്ടാണ് ടീച്ചർ വന്നത്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ടെക്സ്റ്റ് ബുക്ക് മാറി, ഇപ്പോൾ നമുക്ക് ഹോംവർക്കൊക്കെ തരുന്ന സമയത്ത് ഇപ്പോൾ മലയാളത്തെ സംബന്ധിച്ചാണെങ്കിൽ ടീച്ചർ മലയാളം എന്ന് പറയുന്നത് ടീച്ചർക്ക് മലയാളമാണ് കുറേ കൂടെ എന്താണ് മലയാളത്തിൻ്റെ കാര്യമാണ് പറയാൻ പറ്റുന്നത് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഡിബേറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ രസമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്കുള്ളിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയെ ഉണർത്തുന്ന തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഈ പ്രാവശ്യം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോംവർക്കുകൾ ചെയ്യുമ്പോഴും നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോഴൊക്കെ എന്താണ് നിങ്ങൾക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് ആവശ്യമാണ്. നോക്കി കോപ്പി അടിച്ച് എഴുതണം എന്നല്ല പറയുന്നത്, അതെങ്ങനെ എഴുതണം, ഏത് രീതിയിൽ എഴുതിയാൽ കുറച്ചുകൂടെ ഭംഗിയാക്കാം അല്ലെ. ഇങ്ങനെ കാരണം എന്താണ് ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് തന്നെ നമുക്ക് പലതും എന്താണ് അവൈലബിൾ ആവണം എന്നില്ല അല്ലേ. പല സ്ഥലത്തും നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ മുൻപുള്ള ക്ലാസ്സുകളാണെങ്കിൽ അടിച്ചു നോക്കിയാലൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് ആ സാധ്യത എന്താണ് വളരെ കുറവാണ് നിങ്ങളെ സംബന്ധിച്ച് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെയാണ് നിങ്ങൾക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് എന്ന് ടീച്ചർ പറഞ്ഞു വന്നത്. അപ്പോൾ ഒരുപാട് സാധ്യതകളുമായിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ഒരു പുതിയ ബാച്ച് നമുക്ക് തുടങ്ങാണ്. എക്സ്ട്രാ ബാച്ച് ഓൾറെഡി എന്ത് ചെയ്തു, നമ്മുടെ 10th ബാച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ, 2ാമത്തെ ബാച്ച് തുടങ്ങുന്നുണ്ടോ അല്ലെ, എന്താണ് അല്ലേ, ഞങ്ങളെ കൂടെ എടുക്കാൻ പറ്റുമോ, പുതിയ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗുഡ് ന്യൂസുമായിട്ടാണ് ടീച്ചർ വന്നത്. ജൂൺ 9 എന്താണ് നമുക്ക് പുതിയ ബാച്ച് അസ്റ്റ 2.0 എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലേക്കുള്ള 2ാമത്തെ ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് അല്ലേ. നമ്മൾക്ക് ഓരോരുത്തർക്കും, നിങ്ങൾ വീട്ടിൽ വന്നിരുന്ന ടീച്ചർമാർ ഓരോരുത്തരും എന്ത് ചെയ്യാണ് പറഞ്ഞു തരുന്നത് പോലെ
പോലെ പാഠഭാഗങ്ങൾ ഓരോന്നും മനസ്സിലാക്കി തരുന്ന പോലെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും അല്ലെ, ഓരോ ചാപ്റ്റേഴ്സും മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അല്ലെ. അതേപോലെ ഡെയിലി എന്താണ്, എല്ലാ ദിവസവും നമുക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ ഫോണിൽ കൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ ടാബിലാണെങ്കിലോ എങ്ങനെയാണെങ്കിലും ഡെയിലി എന്ത് ചെയ്യാണ്, നമ്മുടെ ക്ലാസ്സുകൾ തരികയാണ്. എല്ലാ സബ്ജക്ട്സിലും എന്താണ്, നമുക്ക് ക്ലാസ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ സബ്ജക്ട്സും എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, സാധ്യതയുള്ള ചോദ്യങ്ങൾ, ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ എക്സാമുകളുണ്ട്, യൂണിറ്റ് എക്സാം ഉണ്ട്, മൊഡ്യൂൾ എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിൽ എന്താണ് എക്സാമുകളിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സാം എഴുതുമ്പോഴാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നത് അല്ലേ. അത് എഴുതുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പരീക്ഷയോടുള്ള പേടി മാറുന്നത്, പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത് അല്ലേ, എഴുതാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള എക്സാം സീരീസ് നമുക്കുണ്ട്. ഇങ്ങനെ പലതരത്തിൽ, ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് വീക്കായിട്ടുള്ള ചില സബ്ജക്ട്സ് നമ്മൾ അങ്ങനെയാണ്, എല്ലാം നമുക്ക് മിടുക്കരായിട്ട് പഠിക്കാൻ പറ്റണമെന്നില്ല, എല്ലാത്തിലും അടിപൊളി ആവണമെന്നില്ല. ഇപ്പോൾ ചില വിഷയങ്ങളിൽ നമുക്ക് കുറച്ച് ബാക്കോട്ടായിരിക്കാം, അതിൻ്റെ കൂടെ ഒരു ഉന്തോ അല്ലെങ്കിൽ ഒരു തള്ളോ ഒക്കെ കിട്ടുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറച്ചുകൂടെ മുമ്പിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള കുട്ടികൾക്കും എന്താണ് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 2.0 അല്ലെ എസ്ട്രാ ബാച്ചിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല വളരെ എന്താണ്, ഒരുപാട് പൈസയൊക്കെ ഉണ്ടോ, നമ്മളിപ്പോൾ അല്ലാതൊരു ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഒരുപാട് പൈസ നമ്മൾ ഒരു സബ്ജക്റ്റിന് മാത്രം കൊടുക്കേണ്ട ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്ന, ടീച്ചർ പറയണ്ടല്ലോ, നിങ്ങൾക്കത് അറിയാലോ അല്ലേ. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് വളരെ കുറഞ്ഞ പൈസയിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് ക്ലാസ്സുകൾ അല്ലേ അഫോർഡബിൾ ആയിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടാതെ നമുക്ക് പബ്ലിക്കായിട്ട് ഇതേപോലെ യൂട്യൂബിൽ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. പക്ഷേ ആപ്പിൽ നമ്മൾ പഠിക്കുന്ന അത്രയും എന്താണ് കൃത്യതയോടുകൂടെ, അപ്പോൾ എല്ലാ വിഷയത്തിനൊന്നും ചിലപ്പോൾ പബ്ലിക്കായിട്ട് നമുക്ക് ലൈവ് കിട്ടുന്നത്. ഇപ്പോൾ മലയാളമൊക്കെ എന്താണ്, നമുക്ക് ആപ്പിലാണ് കുറേ കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും ആപ്പിലാണ് കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ പഠിക്കുക. എല്ലാ സബ്ജക്റ്റും അതെ അല്ലേ, പബ്ലിക് ലൈവിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഇപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ, വളരെ ചുരുങ്ങിയ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവും. പിന്നെ എക്സാം ഒന്നും നമുക്ക് യൂട്യൂബിലൊന്നും നമുക്ക് നടത്താൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ പബ്ലിക് ലൈവിനേക്കാൾ അല്ലെങ്കിൽ പബ്ലിക് ക്ലാസ്സുകളേക്കാൾ യൂട്യൂബ് ക്ലാസ്സുകളേക്കാൾ കൂടുതൽ എവിടെ ഉണ്ടാവുന്നു, നമുക്ക് ആപ്പിൽ നമുക്ക് ലഭ്യമാവുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ അല്ലേ ബാച്ചുകൾ, നമ്മളെ കുട്ടികളെ അറിഞ്ഞ് അല്ലേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ബാച്ചുകൾ ഈ സാധ്യതകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. കാരണം നിങ്ങൾ പറഞ്ഞിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്കറിയാം അല്ലേ, ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് അറിയാം, നിങ്ങളുടെ കൂടെ ഇത്രയും വർഷം ഞങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ, ഇപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സാധ്യതകളൊക്കെ നമ്മൾ മുൻപോട്ട് വെക്കുന്നത്. മാത്രമല്ല നമ്മൾ വെറുതെ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ, ഇപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ പഠിക്കുന്നു ഇങ്ങനെ ദിവസം നമ്മൾ 5ാം ക്ലാസ് പഠിച്ച കാര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ, പോട്ടെ 9ാം ക്ലാസ് പഠിച്ച കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടോ, 9ാം ക്ലാസ്സിൽ മലയാളത്തിൻ്റെ 2ാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു, പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആവും അല്ലേ. ഇപ്പം ഞാൻ തന്നെ കൺഫ്യൂഷൻ ആവും. അതെന്തുകൊണ്ടാണ്, നമുക്ക് എപ്പോഴും അങ്ങനെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. ഇപ്പം നമ്മൾ എന്താണ്, ഒരാഴ്ച നമ്മൾ പഠിച്ചൊരു കാര്യം എന്ത് ചെയ്യണം, അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അത് റിവിഷൻ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കോൺസെപ്റ്റുകൾ ആദ്യം പഠിക്കുന്നു, പിന്നീട് അതെന്താണ് അത് റിവൈസ് ചെയ്യുന്നു അല്ലേ, വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുന്നു, പിന്നെ പുതിയ ചോദ്യങ്ങൾ അല്ലേ അത് എഴുതാൻ പഠിക്കുന്നു. ഇങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ആപ്പുകളിലൂടെ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ്റെ ആവശ്യമില്ല. എന്ത് ചെയ്യുക, നമ്മൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, വിളിക്കുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക, സൂപ്പറായിട്ട് പഠിച്ചു തുടങ്ങുക. പിന്നെ അവസാനം മാർച്ച് മാസത്തിൽ പോട്ടെ, ഫെബ്രുവരി മാസത്തിൽ പഠിക്കാൻ ഇരുന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തലയിൽ വെച്ച പോലെ ടെൻഷൻ അടിച്ച് നമ്മൾ നടക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഇപ്പോഴേ എന്ത് ചെയ്യാം, കുറച്ചായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ആ വലിയ SSLC എന്ന് പറയുന്ന ആ ഒരു ഭീകരതയൊന്നും എന്ത് ചെയ്യില്ല, നിങ്ങൾ വേട്ടയാടില്ല. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ A+ എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പതിയെ നടന്ന് പിച്ച വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, മക്കളെല്ലാവരും അവരവരുടെ സീറ്റുകൾ ഉറപ്പാക്കുക. മക്കളെല്ലാവരും എന്ത് ചെയ്യുക, സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ബൈ.